സുക്കർബർഗും ബിൽ ഗേറ്റ്സും ഷാരൂഖ് ഖാനും ഡൊണാൾഡ് ട്രംപിന്റെ മകൾ ഇവാങ്ക ട്രംപും തൊട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരെ അതിഥികളായി എത്തിയ 1500 കോടി രൂപ പൊടിച്ച് ഗുജറാത്തിലെ ജാംനഗറിൽ മുകേഷ് അംബാനിയുടെ മകന്റെ പ്രീ വെഡിംഗ് ആഘോഷം നടക്കുമ്പോൾ അനിയൻ അനിൽ അംബാനിയും ആരുടെയും കണ്ണിൽപ്പെടാതെ അവിടെ ഉണ്ടായിരുന്നു. സാധാരണക്കാരനെ പോലെ വെറും ഒരു ലിനൻ ഷർട്ടുമിട്ട് ആരോടും അധികം സംസാരിക്കാതെ അയാൾ ആ പരിപാടിയിൽ പങ്കെടുത്തു. ഒരു കാലത്ത് മുകേഷ് അംബാനിയേക്കാൾ സമ്പന്നനായിരുന്ന അനിൽ അംബാനി ഇന്ന് വ്യവസായ ലോകത്തെ ഏറ്റവും വലിയ തകർച്ചയുടെ പ്രതീകമാണ്. എന്താണ് ധീരുഭായ് അംബാനിയുടെ മകൻ അനിൽ അംബാനിയുടെ പതനത്തിന് പിന്നിലെ കാരണം? അതറിയാൻ വീഡിയോ മുഴുവൻ കണ്ടാൽ മതി. അംബാനി കല്യാണത്തിൽ ഒരു ക്യാമറ കണ്ണിലും പെടാതെ മൂലക്കിരിക്കുന്ന ലോകത്തിലെ തന്നെ 10ാമത്തെ സമ്പന്നന്റെ പാപ്പരായ സഹോദരന്റെ ഫോട്ടോ ഏറെ വർഷങ്ങൾക്ക് ശേഷം മുംബൈ പത്രങ്ങളുടെ തലക്കെട്ടായി. ഒരു കാലത്ത് മുംബൈ പത്രങ്ങൾ ഫാഷന്റെയും ട്രെൻഡിന്റെയും പുതിയ സംരംഭങ്ങളുടെയും ആശയങ്ങളുടെയും ഒക്കെ തലച്ചോറായി ഒരുപാട് എഴുതിപ്പിടിപ്പിച്ച അനിൽ അംബാനി ഇന്ന് അവഗണനയുടെയും വീഴ്ചയുടെയും പ്രതീകമായാണ് ചിത്രീകരിക്കപ്പെടുന്നത്. വിവാഹ ചിത്രങ്ങൾ പുറത്തു വന്നതോടെ മുകേഷ് അംബാനിക്ക് നേരെയായി ഒരു വിഭാഗത്തിന്റെ സൈബർ ആക്രമണം. സത്യത്തിൽ അനിലിന്റെ തകർച്ചയിൽ മുകേഷിന് യാതൊരു പങ്കുമില്ല എന്നതാണ് സത്യം. അനിലിന്റെ തകർച്ചയ്ക്ക് അനിൽ മാത്രമാണ് കാരണം എന്നതാണ് വാസ്തവം. പക്ഷേ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് പോലെ പൊട്ടിപ്പൊളിഞ്ഞ് ദീപാളിയായി കഞ്ഞി കുടിക്കാൻ ഗതിയില്ലാത്ത അവസ്ഥയിലുമല്ല അനിൽ. അത് ബാങ്ക് നടപടികളിൽ നിന്ന് രക്ഷപ്പെടാൻ ഉണ്ടാക്കിയ പാപ്പർ കണക്കാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ നിക്ഷേപങ്ങളും സ്വത്തുക്കളും 83 ദശലക്ഷത്തിലധികം വരുമെന്നാണ് ഹിന്ദുസ്ഥാൻ ടൈംസ് പറയുന്നത്. അതായത് 728 കോടി രൂപയോളം. അതല്ല, പിതാവിന്റെ ആർജിത സ്വത്തുക്കൾ കൂടി കിട്ടുമ്പോൾ 5000 കോടി വരുമെന്നാണ് പറയുന്നത്. ധീരുഭായ് അംബാനി കെട്ടിപ്പടുത്ത റിലയൻസ് എന്ന ബിസിനസ് സാമ്രാജ്യത്തിന്റെ ചെങ്കോൽ മക്കൾക്ക് കൈമാറിയപ്പോൾ മാറിയത് റിലയൻസിന്റെ ചരിത്രം തന്നെയാണ്. ധീരുഭായ് അംബാനിയുടെ മരണത്തിന് 3 വർഷത്തിന് ശേഷം റിലയൻസ് സാമ്രാജ്യം മുകേഷിന്റെ നേതൃത്വത്തിലുള്ള റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡും അനിൽ നയിക്കുന്ന റിലയൻസ് അനിൽ ധീരുഭായ് അംബാനി ഗ്രൂപ്പുമായി വിഭജിക്കപ്പെട്ടു. അംബാനി സഹോദരങ്ങൾ തമ്മിലുള്ള കടുത്ത സ്വത്ത് തർക്കത്തിന്റെ ഫലമായിട്ടായിരുന്നു ഇത്. മൃദുഭാഷിയും ഇൻട്രോവേർട്ടുമായ മൂത്ത മകനേക്കാൾ ധീരുഭായ് അംബാനിക്ക് അല്പം ഇഷ്ടക്കൂടുതൽ കുസൃതിയും ഊർജ്ജസ്വലനുമായ ഇളയ മകനോടായിരുന്നു. ധീരുഭായിയുടെ രൂപസാദൃശ്യം പോലും കൂടുതൽ ഉണ്ടായിരുന്നത് അനിലിനാണ്. അതുകൊണ്ട് തന്നെ ധീരുഭായിയുടെ യഥാർത്ഥ പിൻഗാമി അനിലാണെന്ന് മുംബൈ മാധ്യമങ്ങളും എഴുതി. പക്ഷേ അധ്വാനത്തിന്റെ കാര്യത്തിൽ മുകേഷ് ആണ് മുന്നിൽ. ധീരുഭായ് ഉണ്ടായിരുന്ന യൗവനകാലത്ത് അനിൽ സിനിമാ താരങ്ങളുടെ കൂടെ ഉല്ലസിക്കുമ്പോൾ മുകേഷ് വർക്കഹോളിക്കായി റിലയൻസിന്റെ പ്രൊജക്റ്റിൽ മുഴുകി കഠിനാധ്വാനം ചെയ്തു. ധീരുഭായ് അംബാനിയുടെ മരണത്തിന് 3 വർഷത്തിന് ശേഷം റിലയൻസ് സാമ്രാജ്യം മുകേഷിന്റെ നേതൃത്വത്തിലുള്ള റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡും അനിൽ നയിക്കുന്ന റിലയൻസ് അനിൽ ധീരുഭായ് അംബാനി ഗ്രൂപ്പുമായി വിഭജിക്കപ്പെട്ടു. അംബാനി സഹോദരങ്ങൾ തമ്മിലുള്ള കടുത്ത സ്വത്ത് തർക്കത്തിന്റെ ഫലമായിട്ടായിരുന്നു ഇത്. അമ്മ കോകിലബെൻ ഇടപെട്ടിട്ടും തർക്കം തീർന്നില്ല. മഹാഭാരത യുദ്ധത്തിന് ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സ്വത്ത് കേസ് എന്നായിരുന്നു മുകേഷ് അനിൽ അംബാനി തർക്കം അറിയപ്പെട്ടത്. അന്ന് അനിൽ വലിയ പ്രതീക്ഷയോടെ വിപണി സാധ്യതകൾ നോക്കിക്കണ്ടാണ് അങ്ങനെ ചെയ്തതും. 2008 ആയപ്പോഴേക്കും സമ്പത്തിന്റെ കാര്യത്തിൽ അനിൽ അംബാനി തന്റെ സഹോദരനെ പിന്തള്ളി $42 ബില്യൺ ആസ്തിയുള്ള ലോകത്തിലെ തന്നെ 6ാമത്തെ ധനികനായി വളരുകയും ചെയ്തു. പക്ഷേ അവിടുന്ന് അങ്ങോട്ട് അനിൽ അംബാനിയുടെ പതനത്തിന്റെ തുടക്കമായിരുന്നു. ദക്ഷിണാഫ്രിക്ക ആസ്ഥാനമായുള്ള ടെലികോം കമ്പനിയായ MTNുമായുള്ള ബിസിനസ് ഇടപാടാണ് ആദ്യത്തെ വലിയ തിരിച്ചടി. അനിൽ അംബാനിയുടെ റിലയൻസ് കമ്മ്യൂണിക്കേഷൻസ് ഒരു കാലത്ത് ഇന്ത്യയിലെ മുൻനിര മൊബൈൽ സേവന ദാതാവായിരുന്നു. എന്നാൽ കുതിച്ചുയരുന്ന കടങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന് MTNുമായി ലയിക്കേണ്ടി വന്നു. കടഭാരം മറികടന്ന് വലുതും ശക്തവുമായ ഒരു കമ്പനി കെട്ടിപ്പടുക്കുക എന്നതായിരുന്നു ആശയം. എന്നാൽ നിയമപ്രശ്നങ്ങൾ വലച്ചു. 2011 2G അഴിമതിയുടെ പശ്ചാത്തലത്തിലാണ് അനിൽ അംബാനിയുടെ ബിസിനസ് സാമ്രാജ്യത്തിന് അടുത്ത വലിയ അടി കിട്ടുന്നത്. ഗൂഢാലോചന ആരോപിച്ച് ഉന്നത ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്യുകയും അനിൽ അംബാനിയെ ചോദ്യം ചെയ്യുകയും ചെയ്തു. ഈ വിഷയം അദ്ദേഹത്തിന്റെ കമ്പനികളുടെ ഓഹരി വിലയെയും ബാധിച്ചു. അതോടെ ആസ്തി കുത്തനെ കുറഞ്ഞു. കടങ്ങൾക്കും അഴിമതികൾക്കും ഇടയിൽ ചൈനീസ് ബാങ്കുകളിൽ നിന്നുള്ള വ്യക്തിഗത ഗ്യാരണ്ടിയിൽ $1.2 ബില്യൺ വായ്പയെടുത്ത് അംബാനി മറ്റൊരു ഫണ്ടിംഗ് പുഷ് നടത്തി. എന്നാൽ ഇതും പരാജയപ്പെട്ടു. അങ്ങനെ അധികം വൈകാതെ 2020 അനിൽ അംബാനി പാപ്പരത്വം പ്രഖ്യാപിച്ചു. ലണ്ടൻ കേസിൽ ബാങ്ക് വിവരങ്ങൾ സമർപ്പിച്ച് കോടതിയിൽ തന്റെ നിക്ഷേപം 0 പറയുകയും ചെയ്തു. 3 ചൈനീസ് ബാങ്കുകളുടെ കുടിശ്ശിക വായ്പയുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു കേസ്. ലോകത്തെ 6ാമത്തെ വലിയ കോടീശ്വരനിൽ നിന്നും അനിലിന്റെ പാപ്പർ എന്ന നിലയിലേക്കുള്ള പരിണാമം വളരെ പെട്ടെന്നായിരുന്നു. സത്യത്തിൽ അനിൽ അംബാനിയുടെ സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് പിന്നിലെ കാരണങ്ങൾ പലപ്പോഴും ഊഹക്കച്ചവടങ്ങളും തെറ്റായ വിപണി വിശകലനവുമാണ്. ധൂർത്തും അമിതമായ കടമെടുപ്പും അനിലിനെ വല്ലാതെ ബാധിച്ചു. എണീറ്റ് നിൽക്കുന്നതിന് മുൻപേ തന്നെ ഓടാനായിരുന്നു അയാളുടെ ശ്രമം.
രാജ്യത്തെ ഏറ്റവും വലിയ പവർ കമ്പനി ഉണ്ടാക്കാനായി ലക്ഷക്കണക്കിന് കോടി കടമെടുത്ത് കോർപ്പറേറ്റ് ചൂതാട്ടം തന്നെയായിരുന്നു. അവസാനം ചൈനീസ് ബാങ്കുകൾ അറസ്റ്റ് ചെയ്യുമെന്നായപ്പോൾ മുകേഷാണ് $500 മില്യൺ കൊടുത്ത് അനിയനെ ജയിലിൽ നിന്ന് ഇറക്കിയത്. പാപ്പരാവുക എന്നാൽ ഒരു ടെക്നിക്കൽ നടപടി കൂടിയാണ്. അതിനർത്ഥം ഈ പാപ്പരായ അയാൾ നമ്മൾ വിചാരിക്കുന്ന പോലെ വെറും പിച്ചക്കാരനായി എന്നല്ല. 20 കോടിയോളം വരുന്ന കാർ കളക്ഷൻ അനിലിനുണ്ട്. റോൾസ് റോയ്സ്, ലെക്സസ് XV, പോർഷെ, ഓഡി Q7, മെഴ്സിഡസ് GLK 350 തുടങ്ങി നിരവധി ആഡംബര കാറുകൾ അനിൽ അംബാനിയുടെ പക്കലുണ്ടെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അനിൽ അംബാനിയുടെ വീടിന് മാത്രം 500 കോടിയോളം വില വരും. സഹോദരൻ മുകേഷിന്റെ വസതിക്ക് കിടപിടിക്കുന്നതാണിത്. അനിലിന്റെ മുംബൈയിലെ വീട് ഇന്ത്യയിലെ ഏറ്റവും ചിലവേറിയ വീടുകളിൽ ഇപ്പോഴും മുൻനിരയിൽ തന്നെയാണുള്ളത്. 17 നിലകളിൽ ഒരുക്കിയ കൊട്ടാരം എന്ന് തന്നെ അഡോബ് എന്ന ഈ വീടിനെ നമുക്ക് വിളിക്കാം. മുംബൈയിലെ പാലി ഹിൽസിലാണ് അഡോബ് ഉള്ളത്. 70 മീറ്റർ ഉയരമുള്ള ഈ കെട്ടിടത്തിൽ ഒരു 7 സ്റ്റാർ ഹോട്ടലിലുള്ള എല്ലാ ആഡംബര സൗകര്യങ്ങളുമുണ്ട്. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഡിസൈനർമാർ എത്തിയാണ് ഈ ആഡംബര കൊട്ടാരത്തിന്റെ അകത്തളം പണിതത്. സ്വിമ്മിംഗ് പൂൾ, ജിംനേഷ്യം, സ്പാ എന്നുവേണ്ട ഹെലികോപ്റ്ററുകൾ പാർക്ക് ചെയ്യാനുള്ള ഒരു കൂറ്റൻ ഹെലിപ്പാഡ് അടക്കമുള്ള സൗകര്യങ്ങളാണ് അഡോബിലുള്ളത്. എന്നാലും UK കോടതി കാറുകളുടെ കൂട്ടത്തെക്കുറിച്ച് ചോദ്യം ചെയ്തപ്പോൾ തനിക്ക് ഒരു കാർ മാത്രമേ ഉള്ളൂ എന്നാണ് അനിൽ മറുപടി നൽകിയത്. ലോകത്തെ തന്നെ ഏറ്റവും വിലയേറിയ യാച്ചുകളും പ്രൈവറ്റ് വിമാനങ്ങളും വരെ നമ്മുടെ ഈ പാപ്പരായ അനിൽ അംബാനിയുടെ പേരിലുണ്ട്. അതുകൊണ്ട് പാപ്പരായി എന്നൊന്നും അനിലിനെ അങ്ങനെ പറയാൻ പറ്റില്ല. അനിൽ ഇപ്പോഴും ആഡംബരത്തിൽ തന്നെയാണ് ജീവിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ ആസ്തിയിൽ കൂറ്റൻ ഇടിവുണ്ടായിട്ടുണ്ട്. 75,000 കോടിയിൽ നിന്നാണ് അയാൾ തകർന്നത്. ഇപ്പോഴത്തെ നിക്ഷേപങ്ങളും കയ്യിലുള്ള സമ്പത്തും എല്ലാം ചേർക്കുമ്പോൾ 83 മില്യണാണ് അദ്ദേഹത്തിന്റെ കൈവശമുള്ളത്. ഇത് 728 കോടിയോളം ഉണ്ടാകും. മക്കളുടെയും ഭാര്യയുടെയും പേരിലേക്ക് മാറ്റിയ സ്വത്തുക്കളും വിവിധ നിക്ഷേപങ്ങളും കേസിൽ നിന്ന് ഇനിയും കിട്ടാനുള്ളവയും കൂടി ചേർത്താൽ 5000 കോടിയുടെ ആസ്തി ഇപ്പോഴും നമ്മുടെ അനിലുണ്ട്. പക്ഷേ ഒന്നുണ്ട്, ഞാൻ പാപ്പരായി എന്ന് പറഞ്ഞ് വെറുതെ കരഞ്ഞിരിക്കുന്ന ഒരാളല്ല ഈ അനിൽ. അയാൾ ഇപ്പോഴും ബിസിനസ് ചെയ്യുന്നുണ്ട്. സത്യത്തിൽ അനിൽ ഒരു പാഠമാണ്. ഇരിക്കുന്നതിന് മുമ്പേ കാല് നീട്ടരുത് എന്നതിനും എത്ര ഉയരത്തിൽ നിന്ന് വീണാലും അവിടെയും ഒന്നും അവസാനിക്കുന്നില്ല എന്ന തിരിച്ചറിവിനും. അല്ലേ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.